ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ എൻ്റെ ഈ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടുന്ന് വണ്ടി ഒന്ന് റിവേഴ്സിൽ തിരിക്കണം. തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങോട്ട് കയറ്റിയാണ് വണ്ടി തിരിക്കേണ്ടത്. എന്നാൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു കട്ടിങ് കൊണ്ട് ചെറിയൊരു കയറ്റവുമാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരു വണ്ടി റിവേഴ്സ് എടുക്കുക എന്നുള്ളത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നേരെ റിവേഴ്സ് എടുക്കാനായിട്ടാണെങ്കിലും വളരെ പാടാണ്. എന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു വണ്ടി റിവേഴ്സിൽ തിരിക്കേണ്ടി വരും. തിരിക്കുന്ന സാഹചര്യങ്ങളിൽ തിരിക്കുന്ന ആ ഒരു സ്പേസ് റിവേഴ്സ് എടുക്കുന്ന ടൈമിൽ അവിടെ ഒരു ചെറിയൊരു കയറ്റമോ അല്ലെങ്കിൽ ഒരു ഗട്ടറൊക്കെ ആണെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ക്ലച്ച് താങ്ങി കൃത്യമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാൻ കഴിയത്തില്ല. വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്ന സാഹചര്യം വരാറുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, പെട്ടെന്ന് നമുക്ക് വണ്ടി തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു, ചെറിയ സ്പേസേ കിട്ടിയുള്ളൂ, സൈഡിലേക്ക് കയറ്റി തിരിക്കേണ്ട സാഹചര്യം, റിവേഴ്സ് കയറ്റി തിരിക്കേണ്ട സിറ്റുവേഷനാണ് വരുന്നത്. അവിടെ കയറ്റമോ ഗട്ടറോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വണ്ടി തിരിക്കാനും നിങ്ങൾക്ക് ക്ലച്ചും ആക്സിലറേറ്ററും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് കാണിച്ചു തരാം. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുത്തു നോക്കാം. നിങ്ങൾ ഈ ഒരു കട്ടിങ് നോക്കുക. ഈ ഒരു കട്ടിങ്ങിൽ നിന്ന് നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ റിവേഴ്സ് എടുക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ള കട്ടിങ്ങിൽ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷനും കൂടെ കൊടുത്ത് വണ്ടിയെ ഒറ്റയടിക്ക് മൂവ് ആക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആക്സിലറേഷൻ പതിയെ കൊടുക്കുന്നതിനോടൊപ്പം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കട്ടിങ്ങിൽ മൂവ് ആക്കാനായിട്ട്. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന ടൈമിൽ ഒന്ന് ചവിട്ടി നിർത്തേണ്ടി വരും. സ്പേസ് കുറവാണെങ്കിൽ വീണ്ടും ചവിട്ടി നിർത്തിയിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്കൊക്കെ എടുത്തിട്ട് വീണ്ടും റിവേഴ്സിലേക്ക് ഗിയർ ഇട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഞാനിത് കറക്റ്റായിട്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് തിരിയേണ്ടത്. അതിന് ഞാൻ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ വലത്തെ സൈഡിലേക്കാണ്, ബാക്ക് സൈഡിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഈ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തു. ഇപ്പോൾ ഓൾറെഡി ഒരു നിരപ്പ് റോഡിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. നിരപ്പ് റോഡിൽ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട്, അതായത് വണ്ടി കുറച്ച് മുന്നോട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ബ്രേക്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നതിൽ തെറ്റില്ല, കാരണം വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകത്തില്ല, നിരപ്പ് റോഡാണ്. ഇനി ചെയ്യുന്നത്, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ലൈറ്റായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ലൈറ്റായിട്ടൊന്ന് ആക്സിലറേഷൻ കൊടുക്കുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുകയാണ്. പതുക്കെ കാലയക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതിയെ വരുന്നു. പതിയെ വരുമ്പോൾ നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ അനങ്ങുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കൊടുത്തേക്കുന്ന ആക്സിലറേഷൻ, ഇപ്പോൾ ഞാൻ ലൈറ്റായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട്, ആ ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാനിത് ഹാഫ് ക്ലച്ചിൽ നിന്ന് അയക്കുന്നതിനോടൊപ്പം ആക്സിലറേഷൻ കൂടെ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയക്കുകയാണ്. ഇപ്പോൾ ആ കട്ടിങ്ങിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയർ കയറിയിട്ട് ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തിയേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചവിട്ടി നിർത്തുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കണ്ടില്ലേ, ഈ ഒരു കട്ടിങ്ങിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ ടയർ ഏകദേശം ഈ ഒരു കട്ടിങ്ങിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചവിട്ടി നിർത്തി എടുക്കാനാണ് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു ഗട്ടറിലൊക്കെയാണ് വണ്ടി റിവേഴ്സ് എടുക്കുന്നതെങ്കിൽ ചെറിയ കല്ലുകൾ കാണും. അപ്പോൾ നമ്മളൊന്ന് കയറിപ്പോകുന്ന സമയത്ത് കല്ല് നമ്മുടെ വണ്ടിയിലേക്ക് അടിക്കാതിരിക്കാനായിട്ട് വീണ്ടും നമ്മൾ ചവിട്ടി നിർത്തിയിട്ട് എടുക്കണം. അങ്ങനെ എടുത്തെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി ബ്രേക്ക് ചെയ്യാൻ അയച്ച വണ്ടി മുന്നോട്ട് നീങ്ങും. കാരണം ഇപ്പോൾ ചെറിയൊരു സ്ലോപ്പിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ അയക്കാൻ പാടില്ല. ഇവിടെ ഞാൻ പ്രോപ്പറായിട്ട് ബ്രേക്ക് കാല് വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത്, വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക. ഓർക്കുക, ഇങ്ങനെ വരുമ്പോൾ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് നമ്മൾ ലൈറ്റായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ലൈറ്റായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. അപ്പം വണ്ടി ഹാഫ് ക്ലച്ചിലും ആ ഒരു ആക്സിലറേഷനിലും ബ്രേക്ക് ഇല്ലാതെ വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാതെ പ്രോപ്പറായിട്ട് ആ കട്ടിങ് ഇപ്പോൾ നിൽക്കുകയാണ്. അതിനുശേഷം ഞാനിത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി കട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ കയറുകയാണ്. ഓക്കെ, ഇങ്ങനെ കയറി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ടയറാണ് ആ കട്ടിങ് കയറിയേക്കുന്നത്. പക്ഷേങ്കിൽ ഇനി ഫ്രണ്ട് ടയർ
ഈ കട്ടിങ്ങിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കത് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ്. ഓക്കെ, നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇവിടെ ഇനി കട്ടിങ്ങിൽ നമ്മുടെ ഫ്രണ്ട് ടയറും കൂടെ കയറി വരാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം വീണ്ടും നമ്മുടെ ഫ്രണ്ട് ടയറും കൂടെ കുറച്ച് കയറണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നിടത്ത് ഇതേ വണ്ടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ബ്രേക്കിൽ തന്നെ കാല് വെക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടി ഇനി മൂവ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ വണ്ടി ഉരുണ്ടു പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക എന്നുള്ളതാണ്. അതായത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിങ്ങനെ ഇടണ്ട, ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ച് പിടിച്ചേക്കുക. പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി വണ്ടിയുടെ ബാക്കിലെ 2 വീലും ലോക്ക് ആയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചത് അതായത് ബ്രേക്കിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്, കണ്ടില്ലേ? ഇപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് നിൽക്കുന്നത്. ഇനി അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് നമ്മളിങ്ങനെ കൊടുത്തു പിടിക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് വരുന്നു. ഇപ്പോൾ വണ്ടി ഇതേ മുന്നോട്ട് നീങ്ങുന്ന ഒരു പിടുത്തത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി ഇതേ ബാക്കിലേക്ക് നീങ്ങുന്ന ഒരു പിടുത്തത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ടാണ് വണ്ടി നീങ്ങാത്തത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇവിടെ ഒറ്റയടിക്ക് റിലീസ് ചെയ്യാതെ പതിയെ അയച്ച് കൊടുക്കുന്നു. പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ ക്ലച്ച് നിന്ന് എടുക്കുമ്പോൾ ഇത് വണ്ടി ഇങ്ങനെ നീങ്ങുകയാണ്. ഇപ്പോൾ കറക്റ്റ് കട്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഹാഫ് ക്ലച്ചിലും ഹാഫ് ആക്സിലറേറ്ററിലുമാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയെ മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ഫ്രണ്ടിലെ വീല് ഈ കട്ടിങ്ങിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, നല്ല വൈബ്രേഷൻ വണ്ടിക്കുണ്ട്. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു, ഇത് ക്ലച്ച് ചെയ്യുന്ന പതിയെ അയക്കുന്നു. അപ്പോൾ കട്ടിങ്ങിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുക. അതായത് നന്നായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന അയക്കുമ്പോൾ നമുക്കിതേ വണ്ടി ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇതേ കട്ടിങ്ങിൽ നിന്ന് വണ്ടി പൂർണ്ണമായിട്ടും ബാക്ക് സൈഡിലേക്ക് നമുക്ക് കയറ്റാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വണ്ടി ചെറിയൊരു സ്പേസിലേക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ചെറിയ കട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗട്ടർ ഉണ്ടെങ്കിൽ, നമ്മൾ കയറ്റത്തിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമ്മളുടെ ഇടത്തേക്കാല് അങ്ങനെ നിൽക്കണം. ആ സെയിം ടൈമിൽ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട്, അതായത് നല്ല രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പിന്നീട് കാലയക്കുന്നത് വളരെ സാവധാനത്തിൽ പതിയെ അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കയറ്റത്തിലേക്ക് വണ്ടി റിവേഴ്സ് ഇത്തരത്തിൽ നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ നമ്മൾ കാലെടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്കാണ് തുടക്കക്കാരെ സംബന്ധിച്ച് കാലെടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഓഫായി പോകും. എന്നാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ, സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും അറിയാം, എല്ലാ ദിവസവും ഡെയിലി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമുക്ക് ചെറിയ സ്പേസൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ തിരിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ചെറിയ കയറ്റവും ഇത്തരത്തിലുള്ള ഗട്ടറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ലച്ച് കൺട്രോളിങ്ങും അതിനോട് അനുയോജ്യമായിട്ടുള്ള ആക്സിലറേഷൻ കൺട്രോളിങ്ങും നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം ബ്രേക്കിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. കയറ്റത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകും. അപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആക്കുന്ന ടൈമിൽ നമ്മൾ ആ പ്രോപ്പറായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പഠിക്കണം, വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാതിരിക്കാനായിട്ട്. ഇനി അത് നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക. ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ആ സ്വിച്ചിൽ ഞെക്കി പിടിച്ചിട്ട് വലിച്ച് നന്നായിട്ട് പിടിക്കുക. അപ്പം വണ്ടി ഫ്രണ്ടിലേക്ക് റോൾ ആകാതെ നമുക്ക് കൃത്യമായിട്ട് വണ്ടിയെ നിർത്താൻ കഴിയും. ആ സെയിം ടൈമിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക. എന്നിട്ട് ആക്സിലറേഷൻ വീണ്ടും മുന്നോട്ട് കൊടുത്ത് പിടിച്ചിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന്, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ച് വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്നത് നമുക്ക് സ്റ്റിയറിംഗിൽ അറിയാൻ കഴിയും. ആ ടൈമിൽ എന്ത് ചെയ്യണം? പതിയെ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി ഇത്തരത്തിൽ എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒപ്പം വീഡിയോ കാണുന്നവരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിലിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം.